നമുക്കെല്ലാവർക്കും ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് അറിയാം, ബട്ട് ആർക്കെങ്കിലും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിനെ കുറിച്ച് അറിയാം? എന്നാൽ നമുക്ക് വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്, CME, ചിക്കാഗോ മെർസൻഡൈൽ എക്സ്ചേഞ്ച്. ബട്ട് ഇൻ കേസ് ഇൻ CFD ബ്രോക്കേഴ്സ് ആണ് പ്രൈസ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളെ FXTM പോലത്തെ ബ്രോക്കേഴ്സ് ആണ് അവിടുത്തെ പ്രൈസും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ ഇല്ല, സ്പ്രെഡ് ഇല്ല, സ്വാപ്പ് ഇല്ല, ആ വക പരിപാടിയില്ല. നമ്മുടെ CFDയിൽ എന്താ ഇല്ലാത്തത്? പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫേംസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചേഴ്സ് പ്രോഫേംസിനൊക്കെ കുറച്ച് പ്രൈസിങ് കൂടുതലാണ് ആസ് കമ്പയർഡ് ടു CFD. അവിടെ അക്കൗണ്ട് ഇവാലുവേഷൻ തന്നെ വരുന്നത് 25K മുതലാണ് തോന്നുന്നു. പിന്നെ പ്രോഫേംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പെക്സ് ഉണ്ട്, ടോപ്പ് സ്റ്റെപ്പ്, മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സൊക്കെ നല്ല നല്ല പ്രോഫേംസ് ആണ്. സോ ഒരു ട്രേഡർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫ്യൂച്ചേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാനിപ്പുലേഷൻ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒരേ പ്രൈസിങ് ആണ്. നമ്മുടെ ട്രേഡിംഗ് ബുള്ളിലൊക്കെ നമ്മൾ ഗോൾഡ് എടുക്കുമ്പോൾ ഓൺഡിയിൽ വേറെ, FXTMൽ വേറെ, ചെറിയ ചെറിയ പിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വരാറുണ്ട്. സോ ഇതിൽ അങ്ങനെ ഒരു പരിപാടിയല്ല, എല്ലാവർക്കും സെയിം ചാർട്ട് ആയിക്കാരം. സോ കീപ്പ് ഇൻ മൈൻഡ്.